കോഴിക്കോട് തോട്ടുമുക്ക് യു.പി. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ NSS ക്യാമ്പ് വ്യത്യസ്തമായി. ഭിന്നശേഷിക്കാരോടൊപ്പമാണ് ഇത്തവണ വിദ്യാർത്ഥികൾ ക്യാമ്പിൽ ഒരു ദിവസം ചെലവഴിച്ചത്. കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത ഭിന്നശേഷിയുള്ളവരെ അറിയാനും അവരുടെ ആശയവിനിമയം നടത്തുന്നതിനും അവരെ സഹായിക്കുന്നതിനും വോളണ്ടിയേഴ്സിനെ പ്രാപ്തരാക്കുന്നതിനായി സൈൻ ഭാഷാ പരിശീലന പ്രോഗ്രാമിന് തുടക്കം കുറിച്ചാണ് തോട്ടുമുക്കം ഗവൺമെന്റ് യു.പി. സ്കൂളിലെ സപ്തദിന ക്യാമ്പ് ആരംഭിച്ചത്. സ്കൂളിന്റെ ശുചീകരണം, പൂന്തോട്ട നിർമ്മാണം തുടങ്ങി പതിവ് കാഴ്ചകൾക്കപ്പുറം ഒരു വ്യത്യസ്തമായ പദ്ധതിയാണിത്. NSS പ്രഭ എന്ന പദ്ധതിയുടെ ഭാഗമായി സൈൻ ലാംഗ്വേജ് പരിശീലനമാണ് NSS സപ്തദിന സഹവാസ ക്യാമ്പിൽ നൽകുന്നത്. VM-HM HSS ആനയാംകുന്നിലെ NSS പ്രോഗ്രാം ഓഫീസർ KV നസീറയുടെ ആശയമാണ് ഈ പദ്ധതി. സൈൻ ഭാഷാ വിദഗ്ധനും സോഷ്യൽ വർക്കറും ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ബധിര വിദ്യാർത്ഥികൾക്കായുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ രാജീവൻ കോളിയോട്ട്, സുഖ്ദേവ് എന്നിവരായിരുന്നു പരിശീലകർ. അവരോട് സംസാരിക്കാൻ കഴിയില്ല, അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് മാറ്റുന്നതിന് പകരമായിട്ട് അവരെയും കൂടി ചേർത്ത് നിർത്തി അവരുടെയും കൂടി ലോകമാണിത് എന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് അവരുടെ ഒരു സേവന സന്നദ്ധത അറിയിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പദ്ധതി മനസ്സിൽ വരികയും അങ്ങനെ NSSന്റെ ഒരു ഭാഗമായിട്ട് സൈൻ ലാംഗ്വേജ് ട്രെയിനിങ് എന്ന പേരിൽ ഒരു കോഴ്സായിട്ട് നടത്താനാണ് നമ്മളിത് തീരുമാനിച്ചിരിക്കുന്നത്. സൈൻ ടെക് എന്ന പേരിൽ തുടങ്ങിയ ഈ പരിശീലന കോഴ്സിൽ വോളണ്ടിയേഴ്സിന് പരിശീലന ഘട്ടം പൂർത്തിയായാൽ സർട്ടിഫിക്കറ്റ് നൽകുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ വിദ്യാർത്ഥികൾക്ക് ഒരു തൊഴിൽ സാധ്യത കൂടി ഉള്ള കോഴ്സായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ പരിശീലനം ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കാനാണ് തീരുമാനം. ഇംഗ്ലീഷ് അക്ഷരമാലയും അടിസ്ഥാന ഭാഷാ പ്രയോഗങ്ങളും കേൾവി സംസാര പരിമിതരുമായി എങ്ങനെ ആശയ കൈമാറ്റം നടത്താം എന്ന് ആദ്യഘട്ടത്തിൽ പരിശീലന ദിനത്തിൽ ആർജിച്ചെടുക്കാൻ സാധിച്ചതായി വിദ്യാർത്ഥികളും പറയുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.